പുനർഗേഹം പദ്ധതിയുടെ ജില്ലയിലെ ആദ്യ വീടിന്റെ പാല് കാച്ചൽ MLA നിർവഹിച്ചു. രൂക്ഷമായ കടലേറ്റം നേരിടുന്ന തീരദേശവാസികൾക്ക് ഏറെ ആശ്വാസമായി സർക്കാർ പ്രഖ്യാപിച്ച പുനർഗേഹം പദ്ധതിയാണ് കയ്പമംഗലം മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. പുനർഗേഹം എന്ന സർക്കാർ പദ്ധതിയിലൂടെ പഴൂപ്പറമ്പിൽ റഹ്മാൻ സാക്ഷാത്കരിച്ചത് ഒരായുസ്സിന്റെ സ്വപ്നമാണ്. തീരദേശ മേഖലയിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതിയിലെ ജില്ലയിലെ ആദ്യത്തെ വീടാണ് അഴീക്കോട് സ്വദേശിയായ റഹ്മാൻ പഴൂപ്പറമ്പിൽ സ്വന്തമാക്കിയത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം വേദിയിൽ 5 വീടുകളുടെ താക്കോൽ ET ടൈസൺ മാസ്റ്റർ MLA കൈമാറി. എറിയാട് പഞ്ചായത്തിലെ ഇടിയൻചാൽ കരയിൽ കടപ്പുറത്ത് 4 സെന്റ് ഭൂമിയുടെ ഉടമയായിരുന്നു റഹ്മാൻ. എന്നാൽ കടൽഭിത്തിയോട് ചേർന്നുള്ള സ്ഥലമായതിനാൽ 2 സെന്റ് ഭൂമി കടലെടുത്തു. തീരദേശ നിയമം വന്നതോടെ ഭൂമി ഉപയോഗയോഗ്യമല്ലാതായി. തുടർന്ന് അങ്ങോട്ട് വാടക വീടുകളിലായിരുന്നു റഹ്മാനും ഭാര്യ ഫസീലയും 2 മക്കളുമടങ്ങുന്ന കുടുംബം ജീവിച്ചത്. ഇടയ്ക്ക് ഉപജീവന മാർഗത്തിനായി കടൽ കടന്നെങ്കിലും ഒരു വശം തളർന്നതോടെ നാട്ടിലേക്ക് തിരികെ പോരേണ്ടി വന്നു. ചികിത്സക്കിടയിലും സ്വന്തമായി ഒരു കൂര എന്ന സ്വപ്നം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ആഗ്രഹത്തിന് ആക്കം കൂടി. പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെട്ടതോടെ അഴീക്കോട് മേനോൻ ബസാറിൽ 3 സെന്റ് സ്ഥലം കണ്ടെത്തി വീട് പണി ആരംഭിച്ചു. സർക്കാർ 10 ലക്ഷം 3 ഗഡുക്കളായി നൽകി. ചില സുമനസ്സുകൾ കൂടി സഹായം നൽകിയതോടെ 700 ചതുരശ്ര അടിയിൽ 2 മുറി, 1 ബാത്റൂം, അടുക്കള, വരാന്ത എന്നിവയടങ്ങുന്ന മനോഹരമായ വീട് യാഥാർത്ഥ്യമായി. ചടങ്ങിന് ശ്രീമതി ലിസി PD സ്വാഗതവും എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ അധ്യക്ഷതയും വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കൈതവളപ്പിൽ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ ജ്യോതി സുനിൽ, ഫിഷറീസ് സബ് ഇൻസ്പെക്ടർ ചിപ്പി ഖാദർ എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പരിപാടി കയ്പമംഗലം മണ്ഡലത്തിൽ മാത്രം ഏകദേശം 468 വീടുകളാണ് ഇപ്പോൾ പുനർഗേഹവുമായി ബന്ധപ്പെട്ട് നൽകിയത്. ആദ്യം 408 ആയിരുന്നു. ഇപ്പൊ കുറച്ച് നമ്പർ കൂടി വീണ്ടും അപേക്ഷ വന്ന് ആ അപേക്ഷ കൂടി പരിഗണിക്കാൻ വെക്കുന്നതാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള വളരെ വലിയൊരു കർത്തവ്യമാണ് ഇപ്പോൾ ഇതിലൂടെ ഗവൺമെന്റ് സായുധപ്രായമാക്കുന്നത്. തീരപ്രദേശത്തൊക്കെ ചെല്ലുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന നിരവധി വിഷമങ്ങൾ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. അവരാണെങ്കിൽ അവർ ജോലി പോലും മരണത്തോട് മുഖാമുഖം കാണുന്ന തരത്തിലുള്ളതാണ്. തിരകളോട് മല്ലടിച്ച് എപ്പോൾ വേണമെങ്കിലും പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ വളരെ വിഷമം സഹിക്കുന്ന ഒരു സാഹചര്യമാണ് തീരപ്രദേശത്തുള്ളവർക്ക്. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CV ബിൽഡിംഗ്, ചാലക്കുടി.